എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LD ക്ലർക്ക്, അക്കൗണ്ടൻറ്റ്, കാഷ്യർ എന്നീ പോസ്റ്റുകളിലേക്ക് PSC നടത്തിയ പ്രിലിംസിൻ്റെ ആൻസർ കീയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കെന്നാൽ വേഗം ആൻസർ കീയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ആൻസർ ഓപ്ഷൻ ഡി, ശ്രീ U ഷറഫലി ആണ് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ആൻസർ ഓപ്ഷൻ ബി, ഷെയ്പ്പ്, SHAPE. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ സി, P വത്സല. നാലാമത്തെ ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, EMS നമ്പൂതിരിപ്പാട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, നിഴലു ഉറങ്ങുന്ന വഴികൾ. ആറാമത്തത്, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ആഗസ്റ്റ് 23. 7. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി, TK മാധവൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി, വക്കം അബ്ദുൾ ഖാദർ മൗലവി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. എന്താണ്? 3 മാത്രം. 3 മാത്രമാണ്. അതായത് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അത് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോഴും മൂന്നാമത്തത് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അതാണ് ഉൾപ്പെടാത്തത്. ബാക്കിയെല്ലാം ഉൾപ്പെടുന്നതാണ്. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിളിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഇതെല്ലാം ചെയ്തത് വൈകുണ്ഠസ്വാമികളാണ്. അതിൽ പെടാത്തത് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമികളല്ല. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? 11 ഓപ്ഷൻ ഡി, ഗോദാവരി. 12ാമത്തെ ക്വസ്റ്റ്യൻ, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. ആൻസർ ബി. ഓപ്ഷൻ ആൻസർ ബി ആണ്, 2ഉം 3ഉം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? 13 എ, 1853. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ആൻസർ ഓപ്ഷൻ
ഡി. ചാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. 15ാമത്തെ ക്വസ്റ്റ്യൻ. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏത്? 15 ഓപ്ഷൻ ബി ആണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. 16ാമത്തെ ക്വസ്റ്റ്യൻ. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? 16 ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയപാതയിൽ ഉൾപ്പെടുന്നു? 17 സി ദേശീയപാത 3. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ദേശീയപാത ജലപാത 3. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം സി ഓപ്ഷൻ സി ആണ് അഫ്ഗാനിസ്ഥാൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. 20ാമത്തെ ക്വസ്റ്റ്യൻ. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൽ സവിശേഷത അല്ലാത്തത് ഏത്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? 20 ഓപ്ഷൻ സി ആണ് ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് ആൻസർ ഓപ്ഷൻ സി. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസം അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 21 സി അനുച്ഛേദം 21A. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? 22 ഓപ്ഷൻ ബി ഭാഗം 4A. 23ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? 23ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. 24ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? 24 എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. 25ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയപാതയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? 25 ഡി ആണ് 3:2. അടുത്ത ക്വസ്റ്റ്യൻ. 26ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ആൻസർ ഓപ്ഷൻ സി 1993 ഒക്ടോബർ 12. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ?
27 ബി 12 ഒക്ടോബർ 2005. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ ഡി, അനുച്ഛേദം 21. 29ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? 29ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ദേവനാഗിരി. 30ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? 30ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി, കടുവ. 31ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ആൻസർ ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ സമരം. 32 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? 32 ആൻസർ ഓപ്ഷൻ എ, രാമനമ്പി. 33ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി? ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ ഡി, രാജാറാം മോഹൻ റോയ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? 34 ആൻസർ ഓപ്ഷൻ ബി, ബ്രസീൽ. അടുത്ത ക്വസ്റ്റ്യൻ. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല? 35 ഓപ്ഷൻ എ, വിശ്വഭാരതി. 36ാമത്തെ ക്വസ്റ്റ്യൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? 36 സി, 1919. 37 ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? 37 ബി, ദാദാഭായ് നവറോജി. 38 സാരേ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര്? 38 ഡി, മുഹമ്മദ് ഇക്ബാൽ. 39ാമത്തെ ക്വസ്റ്റ്യൻ. സ്വതന്ത്ര അനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ നദീതട പദ്ധതി ഏത്? 39 ആൻസർ ഓപ്ഷൻ ബി, ബക്രാനങ്കൽ. 40ാമത്തെ ക്വസ്റ്റ്യൻ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ, റൗലറ്റ് ആക്ട്. 41ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? 41 സി, ഇടുക്കി. 42 രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം?
42 ബി പി.ടി. ഉഷ. 43 കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം. 43 എ 2017. 44 കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? പാമ്പാർ. 45 പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? 45 സി ഭാരതപ്പുഴ. 46 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത. 46 ബി നഞ്ചിയമ്മ. 47 കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? 47 ഡി ഇടുക്കി. 48 വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? 48 ഡി ഇരവിക്കുളം. 49 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? 49 എ വേമ്പനാട്ട് കായൽ. 50 ക്വസ്റ്റ്യൻ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര. 51 ക്വസ്റ്റ്യൻ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി അയ്യങ്കാളി. 52 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? 52 ബി അരുവിപ്പുറം. 53 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. 53 സി ആറ്റിങ്ങൽ കലാപം. 54 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ 1924. 55 ധീരവ സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം. 55 സി അരയ സമാജം. 56 കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത. ആൻസർ ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ. 57 ക്വസ്റ്റ്യൻ പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? 57 ഡി കെ കേളപ്പൻ. 58 കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. ആൻസർ ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്. 59 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. 59 എ പാരീസ്. 60 ക്വസ്റ്റ്യൻ പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ്. 60 ഡി വി.ടി. ഭട്ടതിരിപ്പാട്. 61 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. 61 സി ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. 62 താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? 62 ആൻസർ ഓപ്ഷൻ ബി 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. എന്താണ് 4?
മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകങ്ങളാണ് വിറ്റാമിൻ ബി. അത് തെറ്റായ പ്രസ്താവനയാണ്. 63ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? 63 ഓപ്ഷൻ ബി, സമ്പർക്കം മുഖേന. 64ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി? 64 എ, സ്നേഹസ്പർശം. 65ാമത്തെ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? 65 ഓപ്ഷൻ ഡി, മോണോസൈറ്റും ന്യൂട്രോഫിലും. 66 പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? 66 ബി, ഭാഗ്യലക്ഷ്മി. 67ാമത്തെ. വനവിഭവം അല്ലാത്തത് ഏതാണ്? വനവിഭവം അല്ലാത്തത് ആൻസർ ഓപ്ഷൻ ഡി, മണ്ണെണ്ണ. 68 അമ്ലമഴയ്ക്ക് കാരണമായ വാതകം? 68 എ, സൾഫർ ഡൈ ഓക്സൈഡ്. 68 എ, സൾഫർ ഡൈ ഓക്സൈഡ്. 69ാമത്തത്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഇന്ത്യ. ആൻസർ ഓപ്ഷൻ സി. 70ാമത്തെ ക്വസ്റ്റ്യൻ. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്ര? ആൻസർ ഓപ്ഷൻ എ, 7. 71ാമത്തെ ക്വസ്റ്റ്യൻ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? 71 സി, റൂദർഫോർഡ്. 72ാമത്തെ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? 72 ഡി, സിങ്ക്. 73 ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, 18ാം ഗ്രൂപ്പിൽ. 74ാമത്തെ. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്? 74 ഡി, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. 75ാമത്തെ. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു? 75 ബി, കാർമോയ്സിൻ. 76 ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? 76 ബി, ഭ്രമണചലനം. 77 ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ആൻസർ ഓപ്ഷൻ എ, രാകേഷ് ശർമ്മ. 78ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ഡാഷ്. 78 ഓപ്ഷൻ ഡി, അപവർത്തനം. 79ാമത്തെ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത്? 79 സി, ബാഷ്പീകരണം. 80ാമത്തെ ക്വസ്റ്റ്യൻ. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം? ഓപ്ഷൻ എ. എന്താണ്? 1ഉം 2ഉം. അപ്പോൾ കാറ്റ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. അപ്പോൾ ഓപ്ഷൻ എ. 81ാമത്തത്. ആൻസർ മാത്രം വായിക്കാം. 81 ബി. 82 ബി. 83 സി. 84
എ. 85 സി. 86 എ. 87 ബി. 88 സി. 89 ഡി. 90 എ. 91 സി. 92 ഡി. 93 ബി. 94 എ. 95 ഡി. 96 ബി. 97 എ. 98 ഡി. 99 ബി. 100 സി. ഇതോടെ പ്രൊഫഷണൽ ആൻസർ കീ കഴിയുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ആൻസർ ചെയ്യിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ LDCക്കും സെക്രട്ടേറിയറ്റ് OAക്കും LGSനൊക്കെ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ഇതുപോലുള്ള ഓരോ ക്വസ്റ്റ്യനുമായിട്ട് ഇനിയും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നാലാണ് എൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.